ഹായ്. ആദില നൂറയെക്കുറിച്ച് ലക്ഷ്മി പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്നുള്ളൊരു കാര്യം. അതുപോലെ തന്നെ ലക്ഷ്മിയുടെ അമ്മ വന്നിട്ട് ഇവരെ സിറ്റ് ഔട്ടിലേ ഇരുത്തൂ എന്നുള്ളൊരു കാര്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. തീർച്ചയായും അതിനെതിരെ നമ്മൾ പ്രതികരിച്ചിട്ടുണ്ട്. വളരെ രൂക്ഷമായി തന്നെ ലക്ഷ്മിയെ വറുത്തെടുത്തിട്ടുമുണ്ട്. ലക്ഷ്മി പറഞ്ഞത് അവർ ലെസ്ബിയൻ ആയതുകൊണ്ടാണ് എന്നുള്ളതാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഇവരുടെ വൃത്തികെട്ട സ്വഭാവം കൊണ്ടാണ്. തീർച്ചയായും വൃത്തികെട്ട സ്വഭാവത്തിന് ഉടമകളാണ് ഈ പറയുന്ന ആദിലയും നൂറയും. ബിഗ് ബോസ് വീട്ടിൽ അവർ കാണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ്. എനിക്ക് മനസ്സിലായിടത്തോളം ബിഗ് ബോസ് വീട്ടിൽ റിയലായി ആത്മാർത്ഥതയോടെ നിൽക്കുന്ന ഒരേ ഒരാളെ ഉള്ളൂ, അത് ഷാനവാസ് മാത്രമാണ്. ഷാനവാസ് ബിഗ് ബോസ് ഗെയിം എന്താണ് എന്ന് കൃത്യമായി അറിയാതെയാണ് ബിഗ് ബോസ് വീട്ടിൽ വന്നിരിക്കുന്നത്. തീർച്ചയായും ബിഗ് ബോസ് കണ്ടിട്ടില്ല പുള്ളി, അത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഷാനവാസ് ആത്മാർത്ഥമായിട്ടാണ് ഈ പറയുന്ന ആദിലയെയും നൂറയെയും തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചത്. അത് പലപ്പോഴും ഷാനവാസ് പറഞ്ഞിട്ടുമുണ്ട്. ഞാൻ എൻ്റെ മക്കളെ പോലെയാണ് ഇവരെ നോക്കിയത് എന്ന്. ഇവിടെ ഹേറ്റേഴ്സിന് പോലും ഷാനവാസിന്റെ ആ പ്രവൃത്തിയിൽ ഒരു സംശയം ഉണ്ടാവില്ല. ഷാനവാസ് ഇവരോട് ആത്മാർത്ഥത ഇല്ലാതെയാണ് നിൽക്കുന്നത് എന്ന് തോന്നിയിട്ടുണ്ടാവില്ല. അതായത് ഹേറ്റേഴ്സിന് പോലും അറിയാം ഷാനവാസിന് ഇവരോട് നല്ല സ്നേഹമുണ്ട്, ആത്മാർത്ഥതയുണ്ട് എന്ന് ഹേറ്റേഴ്സിന് പോലും ഒരു സംശയമില്ല. അതുകൊണ്ടാണല്ലോ ഷാനവാസിന് ഇത്രയും ചീത്തപ്പേര് കേൾക്കേണ്ടി വന്നത്. പെങ്ങന്മാർക്ക് വേണ്ടി നിൽക്കുന്ന ആൾ, ഹിറ്റ്ലർ എന്നൊക്കെ വിളി കേൾക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഈ കാരണം കൊണ്ടാണ്. ഷാനവാസിന് ആത്മാർത്ഥതയുണ്ട്. ഷാനവാസ് അങ്ങനെയാണ്, സ്നേഹിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തും കൊടുക്കുന്ന ഒരു രീതിയാണ് ഷാനവാസിൻ്റെത്. ഷാനവാസിന്റെ കൂടെ ഇവർ നിൽക്കുമ്പോൾ ഷാനവാസ് ഇവരെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. ഒരു കാര്യത്തിൽ പോലും ഷാനവാസ് ഇവരെ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടില്ല. ഇവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഷാനവാസിനെ വളരെ മോശമായിട്ട്, അതായത് കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. വാഴയാണ് ഷാനവാസ്, അമ്മായി സ്വഭാവമാണ് ഷാനവാസിൻ്റെത്. നാണം കെട്ടവൻ എന്ന് ഷാനവാസിന്റെ മുഖത്ത് നോക്കി തന്നെ ആദില വിളിച്ചിരിക്കുന്നു. എന്തൊക്കെ വൃത്തികേടാണ് ഷാനവാസിനെ കുറിച്ച് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഈ പറയുന്ന ആദിലയ്ക്ക്, എടുത്തു പറയുന്നു, ആദിലയ്ക്ക് ഏറ്റവും വലിയ വൃത്തികെട്ട സ്വഭാവമുണ്ട്. അതുപോലെ തന്നെ നൂറയ്ക്കുമുണ്ട്. നൂറ ഇടയ്ക്ക് വെച്ച് പറയുന്നുണ്ടായിരുന്നു ഇയാളുടെ മുഖത്ത് നോക്കി പച്ച തെറി ഞാൻ വിളിച്ചേനെ എന്ന്. എന്തിനാണ്? ഷാനവാസ് ഇവരെ സ്നേഹിച്ചതിനോ? ഷാനവാസിന് ഇവിടെ നെഗറ്റീവ് ഉണ്ടായിരിക്കുന്നത് ഇവരെ പോലുള്ള ആൾക്കാരെ കൂട്ടുപിടിച്ചത് കൊണ്ട് തന്നെയാണ്, ഇവരെ സ്നേഹിച്ചത് കൊണ്ട് തന്നെയാണ്. അവിടെ റിയലായി നിൽക്കുന്ന ഏക വ്യക്തി ഷാനവാസ് മാത്രമാണ്. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. ലാലേട്ടൻ എടുത്ത് കുടഞ്ഞപ്പോൾ അതിനെ പോസിറ്റീവായി എടുത്ത ഒരാളാണ് ഷാനവാസ്. ലാലേട്ടൻ ചീത്ത പറഞ്ഞപ്പോൾ ഇവർ ചിന്തിച്ചു ഷാനവാസിന് പുറത്ത് ജനപിന്തുണയില്ല, ഇനി ഷാനവാസിന്റെ കൂടെ നിന്നിട്ട് കാര്യമില്ല എന്ന് ഇവർ മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഇവർ ഷാനവാസിനെതിരെ തിരിഞ്ഞിരിക്കുന്നത്. തീർച്ചയായും ഇവർക്ക് ഒരു ആത്മാർത്ഥതയില്ല, അത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഇവർക്ക് ഇവരോട് മാത്രമേ സ്നേഹമുള്ളൂ. ഇത് ഗെയിമാണ്, അതുകൊണ്ടാണ് ഇവരിങ്ങനെ പറയുന്നത് എന്നൊക്കെ പല ആൾക്കാരും പറയുമായിരിക്കാം. ഗെയിമിന് ഗെയിമിൻ്റെതായിട്ടുള്ള രീതികളുണ്ട്. ഇത്തരം വൃത്തികേടുകൾ ഒരാളും പറയില്ല. ഗെയിമിന് വേണ്ടി ഇത്തരം ചെറ്റത്തരം ഒരാളും പറയില്ല. അമ്മാതിരി വൃത്തികേടാണ് ഷാനവാസിനെ കുറിച്ച് ഇവർ പറഞ്ഞിരിക്കുന്നത്. വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഈ രണ്ടുപേരും ഷാനവാസിന്റെ വില ഒരു ദിവസം മനസ്സിലാക്കും. തീർച്ചയായും മുൻപത്തെ ഒരു എവിക്ഷനിൽ ആദില രക്ഷപ്പെട്ടത് തന്നെ ഷാനവാസിന്റെ കാരുണ്യം കൊണ്ടാണ്, ഷാനവാസ് ഫാൻസിന്റെ കാരുണ്യം കൊണ്ടാണ്. അതായത് നമ്മൾ കണ്ടൊരു കാര്യമാണ്, ആദില നൂറ രണ്ടുപേരും നോമിനേഷനിൽ വന്നിരിക്കുന്നു. അനീഷ് ഫാൻസ് ആദിലയെ പുറത്താക്കാൻ വേണ്ടി മറ്റു പലർക്കും വോട്ട് ചെയ്യുന്നു. അവിടെ ആദിലയെ രക്ഷിക്കാൻ വേണ്ടി ഷാനവാസ് ഫാൻസ്, അന്ന് ഷാനവാസ് നോമിനേഷനിൽ ഉണ്ടായിരുന്നില്ല, അനീഷും ഉണ്ടായിരുന്നില്ല, ഷാനവാസ് ഫാൻസ് ആദിലയ്ക്ക് വോട്ട് ചെയ്തു. അതുകൊണ്ടാണ് ആ എവിക്ഷനിൽ ഈ പറയുന്ന ജിസയില് പുറത്തായത്. അല്ലെങ്കിൽ ഈ പറയുന്ന ആദില വീട്ടിലിരുന്നേനെ. അവിടെ ഷാനവാസ് ഫാൻസ് ആണ് ആദിലയ്ക്ക് സപ്പോർട്ട് ചെയ്തത്. പുറത്തിറങ്ങുമ്പോൾ ആദില മനസ്സിലാക്കുന്നത് വളരെ വലിയ ചതിയാണ് ഈ പറയുന്ന ആദിലയും നൂറയും ഷാനവാസിനോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു തർക്കവുമില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.